സർ, സി പി എമ്മിന് എൽ ഡി എഫിനെ പിണറായി വിജയനെ വീണ്ടും അധികാരത്തിലെത്തിക്കാനായിട്ട് വളരെ വലിയ പരിശ്രമമാണ് ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നാം. അതിൽ തെറ്റുമില്ല. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, വീണ്ടും സി പി എം അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, എൽ ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പതിയെ പതിയെ അവർ കൊഴിഞ്ഞില്ലാതായിക്കോളും. ആ സ്പേസിലേക്ക് ബി ജെ പിക്ക് കടന്നു വരാമെന്ന് പറയുന്ന ഒരു തിയറിയാണ് ഇതിൻ്റെ പിന്നിലുള്ളൊരു കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അത്തരം തിയറികളൊക്കെ ഒരു മണ്ടൻ തിയറികളല്ലേ? അതൊരു മരമണ്ടൻ തിയറിയാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ബി ജെ പി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വളരെ ബുദ്ധിപൂർവ്വം, മറ്റ് സംസ്ഥാനങ്ങളെന്ന് ഞാൻ പറയുന്നത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് അധികാരത്തിലെത്തിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. പക്ഷെ ദക്ഷിണേന്ത്യയിൽ ഈ ബുദ്ധി കാണിക്കാൻ ബി ജെ പിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അധികാരം പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് പറ്റുന്നില്ല. ഇത് മൂന്നാം പിണറായി സർക്കാർ എന്ന് പറയുന്നത്, പിണറായിയെ വീണ്ടും ബി ജെ പി അധികാരത്തിൽ എത്തുകയാണെന്ന ഉള്ള ഒരു പ്രതീതി സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഗൗതമും എന്നോട് ഈ ചോദ്യം ചോദിച്ചത്. ഈ പ്രതീതി എന്ന് പറയുന്നത് തന്നെ ബി ജെ പിക്ക് ദോഷകരമാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന പല ആൾക്കാരും ഇങ്ങനെ ഒരു ധാരണ എന്നൊരു സൂചന വന്നത് കാരണം ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല. അതാണ് ഒന്നാമത്തെ വിഷയം. ഇനി ശരിക്കും ഭസ്മാസുരന് വരം കൊടുക്കുന്ന പോലെ ആയിരിക്കും പിണറായിക്ക് വീണ്ടും അധികാരം കൊടുത്താൽ. ഇപ്പൊ പിണറായി തിരിച്ച് അധികാരത്തിൽ വരാൻ കുറച്ച് ഹിന്ദുത്വവും പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒക്കെ ചീത്ത വിളിക്കുന്നുണ്ട്. അധികാരത്തിൽ എത്തിക്കഴിഞ്ഞ പിണറായി എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന് വല്ല ബോധവും ഇവർക്കുണ്ടോ? പിന്നെ ഇപ്പൊ ഇവിടെ കേരളത്തിലെ ബി ജെ പിക്കാർ വിചാരിക്കുന്ന പോലെ ബി ജെ പി അല്ല ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്? ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ ആണ്. ബി ജെ പിക്ക് 240 സീറ്റേ ഉള്ളൂ. മോഡി കഷ്ടിച്ച് 1.5 ലക്ഷം വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. പണ്ട് 5 ലക്ഷം വോട്ടിന് ജയിച്ച കാലമൊക്കെ പോയി. മനസ്സിലാക്കേണ്ട, ഇത് യാഥാർത്ഥ്യത്തോടു കൂടി വേണം ചിന്തിക്കേണ്ടത്. അതായത് മൂന്നാം മോഡി സർക്കാർ ഒറ്റയ്ക്ക് ബി ജെ പി ഭരിക്കാൻ 400 സീറ്റ് നേടുമെന്ന് പറഞ്ഞ ഇലക്ഷനിൽ നിന്ന ബി ജെ പി കഷ്ടിച്ച് സ്വന്തമായിട്ട് 250 സീറ്റ് പോലും കിട്ടിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും കഷ്ടിച്ചാണ് ജയിച്ചത്. അത് 1.5 ലക്ഷം വോട്ട് വലിയ ഭൂരിപക്ഷം തന്നെ അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ കഷ്ടിച്ച് ജയിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം, വാരണസി പോലൊരു മണ്ഡലത്തിൽ 5 ലക്ഷത്തോടടുപ്പിച്ച വോട്ടിന് ജയിച്ച ഒരു ദേശീയ നേതാവ് നേരെ കുത്തനെ താഴോട്ട് അദ്ദേഹത്തിന്റെ വോട്ടിടിഞ്ഞു. രാഹുൽ ഗാന്ധി യു പിന്ന് ജയിച്ചു. മനസ്സിലായോ? സ്മൃതി ഇറാനി എന്ന വ്യക്തി ഇന്ന് രാഷ്ട്രീയത്തിലില്ല. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ കണക്കിലെടുത്ത് വേണം രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടത്. അല്ലെങ്കിൽ എനിക്കൊന്ന്, ചില ആൾക്കാരുണ്ട് 10 പെഗ് അടിച്ചിട്ട് റോഡിൽ കിടന്ന് എഴയും, എന്നേരം പറയും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന്. അങ്ങനല്ല. അങ്ങനെ ബി ജെ പി കാണിക്കരുത്. ഇന്ന് ബി ജെ പിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ബി ജെ പി പിണറായിയെ വീണ്ടും അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവന്നാൽ ബി ജെ പി ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത്. കേരളത്തിൽ ഒരുപാട് RSS തലകൾ ഉരുളും. നിങ്ങൾക്കറിയാമല്ലോ, കണ്ണൂരില് ദൈനംദിനം എത്ര തല ഉരുണ്ടിരുന്നു. ഇനി വരാൻ പോകുന്നത്, പിണറായി അധികാരത്തിൽ വന്നാൽ CPM സ്വഭാവം മാറും. അടിസ്ഥാനപരമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഹിന്ദുത്വത്തോട് വിയോജിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഈ ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നല്ല, ഇടതുപക്ഷം. ആ ഇടതുപക്ഷം ഇന്ന് കേരളത്തിൽ പത്തി മടക്കി ബി ജെ പിക്കാരെ കൊല്ലാതിരിക്കുന്നെങ്കിൽ, അവരെ ഉപദ്രവിക്കാതിരിക്കുന്നെങ്കിൽ അത് പേടിച്ചിട്ടാണ്. കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ ഉണ്ടെന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ RSSനോട് പെട്ടെന്നുണ്ടായ സ്നേഹം കൊണ്ടോ ഹിന്ദുത്വത്തിലേക്ക് വരാമെന്നുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. ഈ കേരളത്തിലെ എന്താണ് ഈ അല്പബുദ്ധികളായ ബി ജെ പി നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത്, ഈ രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ല. രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ 1 5 ആവും, 1 3 ആവും, 1 0 ആവും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, CPM അധികാരത്തിൽ വന്ന് CPM അഴിമതി നടത്തിയാൽ, അഴിമതി നടത്തുന്ന അങ്ങനെ പാർട്ടി തകർന്നാൽ ആ പാർട്ടിക്കാരെല്ലാം കൂടെ ഒറ്റയടിക്ക് ബി ജെ പിയിലോട്ട് കയറുമെന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വീണ്ടും വരുന്ന ഇലക്ഷനിൽ ബി ജെ പി കേന്ദ്രത്തിൽ തോറ്റുപോയെന്ന് വിചാരിക്കുക. അങ്ങനെ തോറ്റുപോയാൽ ഈ സ്വപ്നമെല്ലാം അടിമുടി മാറും. പിണറായിയുടെ വിധം പെട്ടെന്ന് അങ്ങ് മാറും. ഒളിപ്പിച്ചു വെച്ചിരുന്ന പല്ലും നഖങ്ങളും മാറും. ഈ യക്ഷികള് പണ്ട് കഥകളിലൊക്കെ ഉണ്ട്, രാത്രിയിൽ ഇങ്ങനെ റോഡിലൂടെ അല്ലെങ്കിൽ വിജന വഴികളിലൂടെ നടന്നിട്ട് സുന്ദരിമാരുടെ വേഷം ധരിച്ച് പലരെയും ആകർഷിക്കും.
പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ അവർ തനി സ്വരൂപം കാണിക്കും. ഉം. അവസാനം സംഘത്തിന്റെ പല്ലും നഖവും മാത്രമേ ബാക്കി കാണത്തുള്ളൂ. അതിലേക്ക് എത്തണോ അതോ ന്യായമായ രീതിയിൽ സംഘത്തിന് പിടിക്കാനുള്ള സംഘം പിടിക്കുകയും കോൺഗ്രസിന് കിട്ടാനുള്ള വോട്ട് കോൺഗ്രസിന് കിട്ടുകയും CPM പിടിക്കാനുള്ള വോട്ട് CPM പിടിക്കുകയും ചെയ്യട്ടെ. CPM ജയിപ്പിക്കാൻ പോയാൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വലിയ ദുരന്തമായിരിക്കും കേരളത്തിലെ BJP അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതൊരു വികട ബുദ്ധിയാണ്. അത് BJPയെ കേരളത്തിൽ നശിപ്പിക്കാനും വ്യക്തിപരമായ നേട്ടങ്ങൾ കൊയ്തെടുക്കാനുമുള്ള ചില ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുടെ കുശാഗ്ര ബുദ്ധിയാണ്. നമ്മൾ കാണുന്നുണ്ട് BJP സഹയാത്രികരെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ ചർച്ചയൊക്കെ നടത്തുന്ന ചിലര് ഈ ശബരിമല തന്ത്രിയുടെ വിഷയത്തിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യണമായിരുന്നു, തന്ത്രിയെ കൊല്ലണമായിരുന്നു, തന്ത്രി മഹാകള്ളനാണ് എന്നൊക്കെ പറയുന്ന ഭീകരമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് പിണറായി വിജയനെ പൊക്കിക്കൊണ്ട് വരുന്നത് പിണറായിയോടുള്ള സ്നേഹവുമല്ല, BJPയോടുള്ള സ്നേഹവുമല്ല. ഇതിൽ നിന്ന് ഇവരുടെ പോക്കറ്റിലേക്ക് എന്ത് പോകും എന്നുള്ളതാണ് ഇവർ നോക്കുന്നത്. ഇത് രാഷ്ട്രീയമല്ല. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ BJP വക്താക്കൾ എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത BJP വക്താക്കളെ നിങ്ങൾ നോക്കിയാൽ അവർ ഒരു കാര്യത്തിലും കേന്ദ്ര BJPയുടെ താല്പര്യത്തിന് അനുസൃതമായിട്ടല്ല അവര് സംസാരിക്കുന്നത്. അവർ ഇടയ്ക്കിടയ്ക്ക് മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുകയും അന്യമതസ്ഥരെ കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവർ സ്വയം സംഘപരിവാറിന്റെ വക്താക്കളായിട്ട് അവരങ്ങ് മാറുകയാണ്. അങ്ങനെ മാറിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അവര് ചെയ്യുന്നത് അതൊരു തന്ത്രമാണ്. അതായത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ വീഡിയോ ഹിറ്റ് ആകാൻ വേണ്ടിയിട്ടും അല്ലെ ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ അവരുടെ പോസ്റ്റ് ഹിറ്റ് ആവാൻ വേണ്ടിയിട്ടും ഇങ്ങനത്തെ അതിതീവ്ര മത നിലപാടുകൾ എടുക്കുന്ന കുറെ സ്വയം പ്രഖ്യാപിത സംഘപരിവാർ ആടുതാങ്ങികൾ കേരളത്തിലുണ്ട്. അവരെയാണ് BJP ആദ്യം പേടിക്കേണ്ടത്. എന്ത് തോന്നുന്നു ഗൗതമിന്? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്വയം പ്രഖ്യാപിത RSSകാര് തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ട്. സാറ് പറഞ്ഞ പോലുള്ള പല ഗൂഢ ഉദ്ദേശങ്ങളുമാണ് അതിന് പിന്നിലെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ പ്രഹാർ എന്ന് പറയുന്ന പുതിയ ഈ ടെററിസ്റ്റ് ലോ ഉണ്ടല്ലോ, ആന്റി ടെററിസ്റ്റ് ലോ, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ സിവിലൈസേഷനെയോ കൾച്ചറിനെയോ ഒന്നും അവര് അവരാണ് തീവ്രവാദികളെന്ന് പറയുന്നില്ല അതില്. അപ്പോ കേന്ദ്രത്തിന്റെ നിലപാട് യഥാർത്ഥത്തിൽ അല്ലല്ല, അത് ശരിയാണ് പറഞ്ഞത്. അതായത് ഇത് BJPക്ക് ഇല്ലാത്ത നിലപാടുകൾ BJPയുടെ വായിലോട്ട് വെച്ചു കൊടുക്കുന്ന കുറെ ആൾക്കാർ കേരളത്തിലുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ ചിലരൊക്കെ RSSുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചെന്ന് പിന്നീട് അവിടുന്ന് പുറത്താക്കപ്പെട്ടു. പിന്നെ RSSകാർക്ക് ഒരു ഗുണമുണ്ട്, RSSൽ മെമ്പർഷിപ്പും ഇല്ല, പുറത്താക്കലും ഇല്ല. അപ്പൊ RSSന്റെ മെമ്പർ ആണെന്ന് ഒരാൾ അവകാശപ്പെട്ട മെമ്പറാണ്. ശാഖയിൽ പോയിട്ടുണ്ട്, ഞാനിപ്പോഴും RSSകാരനാണെന്ന് പറഞ്ഞാൽ, സ്വയം സേവകനാണെന്ന് പറഞ്ഞാൽ അല്ലെന്ന് പറയാൻ പറ്റത്തില്ല, ആർക്കും പറയാൻ പറ്റത്തില്ല. സ്വയം സേവൻ ആണെന്നോ അല്ലെന്നോ ഒന്നും അതിന് പ്രത്യേകിച്ച് ഒരിടത്തും എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ RSS ആണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഈ മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ശരിക്കും പറഞ്ഞാൽ RSS അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ രാഷ്ട്രീയ സ്വയം സേവ അതിന്റെ വക്താക്കളായ പ്രാന്ത പ്രചാരകന്മാര് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ വായാണ് ഞാൻ എന്ന് പറയുന്ന കുറെ ആൾക്കാർ, അത് ഇവർക്ക് പക്ഷേ വലിയ പിന്തുണയുള്ളതാണ് വേറൊരു അപകടം. ഇത്തരത്തിലുള്ള വർഗീയത പ്രചരിപ്പിക്കുന്ന, മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്ന, എന്നാൽ അതല്ല യഥാർത്ഥത്തിലുള്ള ചില RSSകാരുടെയൊക്കെ നിലപാടെന്നിരിക്കെ ഇത് യഥാർത്ഥത്തിൽ ആ പ്രസ്ഥാനത്തെ വളരെ രീതിയിൽ മോശമാക്കി ചിത്രീകരിക്കപ്പെടുകയാണ് ഇവരിലൂടെയൊക്കെ. അതെ, അത് വലിയൊരു ബുദ്ധിയാണ്. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ ആണെന്ന് വരുത്തി തീർത്തുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഞാൻ ആദ്യം കുറച്ച് പ്രസ്താവനകൾ ഇറക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ അടിസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഞാൻ പ്രസ്താവന ഇറക്കും. നിങ്ങൾക്കും മിണ്ടാൻ പറ്റത്തില്ല, നിങ്ങളുടെ അനുയായികൾക്കും മിണ്ടാൻ പറ്റത്തില്ല. അതായത് എനിക്ക് ആത്യന്തികമായിട്ട് നിങ്ങളെ തകർക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് എന്തോ കൊതിക്കറുണ്ട്, ഞാൻ ചില സ്ഥാനങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു, അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതുപോലുള്ള കുറെ തന്ത്രങ്ങൾ ഇറക്കും. അങ്ങനെ തന്ത്രങ്ങൾ ഇറക്കിയിട്ട് ഈ RSSനെ കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ള തരത്തിലുള്ള ഒരു സംഘം ആൾക്കാർ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അവര് ഇത് വെച്ചിട്ട് മറ്റുള്ളവരുമായിട്ട് വിലപേശു. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന ഒരുപക്ഷെ ഈ പറയുന്ന ഔദ്യോഗികമായിട്ട് രാജീവ് ചന്ദ്രശേഖരോ RSSന്റെ പ്രാന്ത പ്രചാരകരോ ആരും തന്നെ അങ്ങനെ മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ട് ഇത് ഒരു വരിയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ CPMനെ എതിർക്കുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട്. കമ്മ്യൂണിസത്തിനെ അനുകൂലിക്കുന്നവരെ പോലെ കമ്മ്യൂണിസത്തിനെ എതിർക്കുന്നവരും കേരളത്തിലുണ്ട്.
ആ എതിർക്കുന്നവരുടെ വോട്ട് ബി ജെ പിക്ക് കിട്ടാനിരുന്നത് കിട്ടാതാകും. അത് കിട്ടാതാക്കാനാണോ അവർ ശ്രമിക്കുന്നതെന്നാണ് എൻ്റെ വേറൊരു സംശയം. ചോദിച്ചോളൂ. ഇപ്പം കേരള സ്റ്റോറി 2വുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ബി ജെ പി നേതാവായിട്ടുള്ള MT രമേശ് വളരെ കൃത്യമായിട്ടൊരു നിലപാട് പറഞ്ഞു. കേരളത്തിൽ ആരെയും നിർബന്ധിപ്പിച്ച് ബീഫ് കഴിപ്പിക്കാറില്ല. ആ സിനിമയിൽ ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് വന്ന ഒരു കൺവേർട്ടായിട്ട് വന്ന ഒരു ഹിന്ദു പെൺകുട്ടിയെ നിർബന്ധിപ്പിച്ച് ബീഫ് കഴിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം അത് വലിയ വിവാദമായി. അപ്പോൾ അതിന് അപ്പോൾ അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഇല്ലയെന്ന് BJP നേതാവായിട്ടുള്ള MT രമേശ് പറയുന്നു. ഞാൻ ആ സിനിമ കാണില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. അപ്പോൾ ഇതിലൂടെയൊക്കെ ഒരു എന്താണ് പല ആളുകളുടെയും നിലപാട് മാറ്റം, അല്ലെങ്കിൽ അധികം മുസ്ലിം വിരുദ്ധത പറഞ്ഞു കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് തന്നെ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കുമെന്ന് കാര്യം മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു വലിയ അവരൊരു സാംസ്കാരിക ദേശീയതയിൽ ഊന്നി നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിതുവരെ ചാകലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതിനപ്പുറത്തോട്ട് ചില നേതാക്കന്മാരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ അവരെ പലരെയും പരിചയമുണ്ട്. വളരെ അടുത്ത സൗഹൃദമുള്ള ആൾക്കാരും എനിക്കുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിരുദ്ധത അവരിൽ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ചില വിഷയങ്ങളിൽ അവർ അഭിപ്രായം പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് കാശ്മീരിൽ നടക്കുന്നത് പിന്നെ കാശ്മീരിയത്താണെന്ന് പറഞ്ഞാൽ അവർ യോജിക്കുന്നില്ല, ഞാനും യോജിക്കുന്നില്ല. അത് അവിടെ വർഗീയത തന്നെ ആയിരുന്നു. കാരണം പിന്നെ പക്ഷേ എന്ന് വെച്ചിട്ട് എല്ലായിടത്തും അങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം വ്യക്തിപരമായിട്ട് എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇത് ഞാൻ പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഈ കേരളവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഞാൻ പറയുകയാണ്. ഞാൻ ഗൾഫിൽ ജോലി ചെയ്തതാണ്. അവിടെ ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടെ ഈ ജനാധിപത്യ പ്രക്ഷോഭം എന്ന് പറഞ്ഞൊരു പ്രക്ഷോഭം നടന്നു. യഥാർത്ഥത്തിൽ ജനാധിപത്യം ഒന്നുമല്ല, അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ട പിന്നെ മത തീവ്രവാദ വിഭാഗങ്ങളുടെ പിന്തുണയോടുകൂടി നടന്ന പ്രസ്ഥാനം, ഒരു മുന്നേറ്റമാണത്. ആ മുന്നേറ്റത്തിൽ ഒരു ദിവസം ഞാനൊരു കടയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഒരു തമിഴിന്റെ കടയാണ്. അപ്പോൾ ആ കടയിലേക്ക് ഈ പറയുന്ന പ്രക്ഷോഭകാരിയായ ഒരു അറബി കയറി വരും, ഒമാനിയാണ്. അയാൾ കയറി വന്നിട്ട് അവിടെ ഇരിക്കുന്നവരോടൊക്കെ അവരുടെ മതം ചോദിക്കും. മതം ചോദിക്കുമ്പോൾ ഈ വ്യക്തി എന്നോട് ഭാഗ്യവശാൽ ആദ്യം ചോദിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു. ഞാൻ ആദ്യം ഒന്നും മിണ്ടിയില്ല. അവിടെ ഒരു ബംഗ്ലാദേശി പയ്യനുണ്ട് അവിടെ സപ്ലയറായിട്ട് നിൽക്കുന്ന. ആ ബംഗ്ലാദേശി പയ്യനാണ് പിന്നെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നും ഇടപെടുകയും എനിക്ക് വേണ്ടി അയാളോട് സംസാരിക്കുകയും അയാളെ പിന്തിരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അവർ രണ്ടും മുസ്ലിങ്ങളാണ്. അപ്പോൾ ഒരാൾ തീവ്രവാദിയാണ്. അതുകൊണ്ട് തീവ്രവാദി ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഒരാൾ മിതവാദിയാണ്. മിതവാദി ഇല്ലെന്ന്, എല്ലാവരും തീവ്രവാദിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ തീവ്രവാദികൾ ഉണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അത് ഞാൻ പലയിടത്തും കണ്ടിട്ടുമുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് ഒരു സമൂഹത്തെ മുഴുവൻ തീവ്രവാദത്തിന്റെ മതമൗലികവാദത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തേണ്ട കാര്യവുമില്ല. ഇതൊക്കെ തന്നെ പലപ്പോഴും ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങുന്ന ഒരു സംഘം ആൾക്കാർ കേരളത്തിലുണ്ട്. അല്ല, ഞാൻ മുഖ്യ വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അതായത് ഈ ഇലക്ഷനിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ടയാണ് BJPയുടെ പിന്നെ ഭാവി വിജയത്തിന്റെ ആണിക്കല്ല് എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ. അത് കേരളത്തിൽ പരത്താൻ ശ്രമിക്കുന്ന ആൾക്കാരെ യഥാർത്ഥത്തിൽ BJP ഇല്ലാതാക്കുക. കോൺഗ്രസിനെ ഇപ്പം ഞാൻ പറഞ്ഞ 2 അപകടമാണ് BJPക്ക് സംഭവിക്കാൻ പോകുന്നത്. സമൂഹത്തിൽ പിണറായി ഈ ഒരു അന്തർധാര, അതായത് പിണറായിയും അതുപോലെ BJPയും തമ്മിലൊരു അന്തർധാര ഉണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പരത്തിയാൽ അത് BJPക്ക് കിട്ടാനുള്ള വോട്ട് കൂടി ഇല്ലാതാക്കും. അഴിമതിക്കാരനും സർവ്വ രീതിയിൽ പിന്നെ സ്വജനപക്ഷപാതവും പ്രാദേശികവാദവും ഒക്കെ ഉയർത്തുന്ന പിണറായി വിജയനെ പോലൊരാളിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് ആന മണ്ടത്തരമായിരിക്കും. കാരണം ഇത് തിരിച്ചു വരുന്ന പിണറായി പിന്നെ പഴയ പിണറായി ആവത്തില്ല. പിണറായി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്നേക്കുമായിട്ടുള്ള സൗഹൃദങ്ങളൊന്നും രാഷ്ട്രീയത്തിൽ ഇല്ല. രാഷ്ട്രീയത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ശത്രുക്കളും ഒന്നുമില്ല. സഹയാത്രികരേ ഉള്ളൂ. നമ്മൾ ചില പ്രശ്നങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ചെയ്യും, വേറെ ചില പ്രശ്നങ്ങളിൽ നമ്മൾ എതിർക്കും. ഇതാണ് രാഷ്ട്രീയത്തിന്റെ രീതി. ഈ സഹയാത്രികരെ മാത്രമാണ് തൽക്കാലത്തേക്ക് പിണറായി കേന്ദ്രത്തിൽ അയാൾക്കെതിരെ അഴിമതി കേസുകൾ ഉള്ളതുകൊണ്ടും EDയെ പേടിയുള്ളതുകൊണ്ടും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ ഉണ്ടാകുമെന്ന് സുപ്രീം കോടതിയിൽ കേസ് കിടക്കുന്നു എന്ന് അറിയാവുന്നതുകൊണ്ടും ഒക്കെയാണ് കേരളത്തിലെ RSSകാരെ കൊല്ലാതെ വിടുന്നത്. ആ പേടിയൊക്കെ ഒന്ന് മാറട്ടെ, ആ തനി സ്വരൂപം പുറത്തു വരും. ഈ പിന്നെ എന്താണ് കോല് പോലെ ഇരിക്കുന്ന ഗോവിന്ദനൊക്കെ ആന പോലെ വരുന്നതാണ്. എലിയെ പോലെ ഇരിക്കുന്നവൻ ഒരു പുലിയെ പോലെ വരുന്നത് കാണാമെന്ന് നമ്പ്യാരാശാൻ പണ്ട് പാടിയത്. ഈ സംഭവമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. അതുകൊണ്ട് നോക്കിയും കണ്ടും BJPക്കാര്
മൂന്നാം പിണറായി സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരിക, പിന്നെ ചിലർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ആർക്കും തടയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് BJP തീരുമാനിച്ചെങ്കിൽ അങ്ങനെ നടക്കട്ടെ. നമുക്കിപ്പം ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പാർട്ടിക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള അവരുടെ തീരുമാനമാണ്. അല്ല, പക്ഷെ കൂടുതലും ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് BJPക്ക് ഗുണം ചെയ്യുക UDF അധികാരത്തിൽ വരുന്നതല്ലേ? എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ പോലുള്ള സംഘടനകൾ ഈ നിലമറന്ന് പെരുമാറാൻ തുടങ്ങുകയും പിന്നെ അവർ ഇതുവരെ കാണിച്ച മാന്യതയും മതേതരത്വം ഒക്കെ മാറ്റി വെച്ചിട്ട് അതിനുള്ളിലെ എല്ലാ മുസ്ലിം ലീഗുകാരും നല്ല ഞാൻ പറയും, അതിനുള്ളിലെ തീവ്രവാദികൾ അനാവശ്യ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കും. പണ്ടൊരിക്കൽ കാസർഗോട്ട് നമ്മുടെ ചെർക്കള അബ്ദുള്ള ജയിച്ച് മന്ത്രിയായി വന്നു. നീലേശ്വരത്തു നിന്നൊരു റാലി അങ്ങോട്ട് തുടങ്ങി. റാലി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റോഡിന്റെ സൈഡിലുള്ള കടകളൊക്കെ പിന്നെ ഇതര മതസ്ഥരുടെ കടകളൊക്കെ ഈ റാലിയിൽ പങ്കെടുത്ത മോട്ടോർ സൈക്കിളുകാർ അടിച്ചു തീർക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് പ്രതിഷേധം ഉണ്ടായി, തിരിച്ചടി ഉണ്ടായി, വലിയ സംഘർഷം ഉണ്ടായി. ഇത് ഇങ്ങനെയൊക്കെ പലപ്പോഴും മുസ്ലിം ലീഗിന്റെ അണികളെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ലീഗിന്റെ വടക്കൻ കേരളത്തിലെ പല സമ്മേളനത്തിനും നടക്കുന്നതിന് മുമ്പ്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗൗതമിനോട് എനിക്കൊരു ചോദ്യമാണ്. ഗൗതം കണ്ടിട്ടുണ്ടോ ഈ യൂത്ത് ലീഗിന്റെ ഒക്കെ സമ്മേളനം ചില സ്ഥലങ്ങളിൽ നടന്നാല് കാസർഗോഡ് അത് നടക്കുന്നിടം ഒരു കലാപഭൂമിയായിട്ട് മാറും കുറച്ച് കഴിയുമ്പോൾ. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇത്. അതായത് കോൺഗ്രസിന്റെ വരെ കൊടിമരം അവർ പിഴുതെറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാരണവുമില്ല. നഗരത്തിൽ ഞാൻ തൽക്കാലം ആ നഗരത്തിനെ നാണം കെടുത്തിട്ടുണ്ടെന്ന് വെച്ച് ഞാൻ പേര് പറയുന്നില്ല. വടക്കൻ കേരളത്തിലെ ഒരു നഗരത്തിൽ ഞാൻ നിൽക്കുകയാണ് പത്രപ്രവർത്തകനായിട്ട്. അവിടെ വൈകിട്ട് 5 മണിക്കാണ് സമ്മേളനം നടക്കുന്നത്. യൂത്ത് ലീഗ് സമ്മേളനം ആയിരുന്നെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിനു മുമ്പ് ഒരു 10-300 ചെറുപ്പക്കാർ ബൈക്കിൽ ഒരു റാലി നടത്തിയിട്ട് ഓരോ സ്ഥലത്തും വന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയെല്ലാം പിഴുത് താഴെ അടിച്ചു. അവിടെ ആകെ ഒരു സംഘർഷമായി. എന്താണ് അതിലേക്കുണ്ടായ പ്രകോപനമൊന്നും എനിക്കറിയാമേ. നേരത്തെ ലീഗിന്റെ കൊടി ആരെങ്കിലും തകർത്തിട്ടുണ്ടാവാം, അതൊന്നും എനിക്കറിയാമേ. അതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും അതൊരു നല്ല പ്രവൃത്തിയല്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് UDF അധികാരത്തിൽ വന്നാൽ അവർ തടഞ്ഞില്ലെങ്കിൽ അത് BJPക്ക് അനുകൂലമാണ്. യഥാർത്ഥത്തിൽ BJP കാണിക്കുന്ന ശുദ്ധ രാഷ്ട്രീയ മണ്ടത്തരമാണ്. രാഷ്ട്രീയം അറിയാവുന്ന ഒരു BJPയിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പിന്നെ അവരുടെ പാർട്ടി എങ്ങനെ പിന്നെ വോട്ട് ചെയ്യണമെന്നും പിന്നെ സംസാരിക്കണമെന്നും ഒക്കെ അവർ തീരുമാനിക്കട്ടെ. ഞാനതിൽ ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതല്ലേ. എനിക്കിതിൽ പ്രത്യേകിച്ച് യാതൊരു താല്പര്യവുമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്ന പൂരം ഇനി കൂടുതൽ സംസാരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. വരുന്ന പോലെ വരട്ടെ, നമുക്ക് കാണാം. താങ്ക് യു.